നല്ല ഫോട്ടോഗ്രാഫ്സ് എടുത്തതിനെ കൊണ്ട് മാത്രം ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആകും. ഒറ്റ കാര്യം പറയാം, നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് എനിക്കുള്ള എല്ലാം ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് അസീം, എൻ്റെ പേര് പ്രസി. അപ്പോൾ നമ്മൾ ഓരോ ആളുകളും എവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങത്തോളം കൊണ്ടുപോകാനുള്ള ഒരു ആളാണ് ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻസിനെ നമുക്ക് എപ്പോഴും നമ്മളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം, നമ്മൾ സിൻസിയർ ആയിരിക്കണം, പങ്ക്ച്വൽ ആയിരിക്കണം. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു പലതരത്തിലുണ്ട്. നമുക്ക് ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫാഷൻ ഉണ്ട്, പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ, ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ബേബി ഷൂട്ട്, ഫാഷൻ. നമുക്ക് എവിടെ നിൽക്കുന്നില്ല ഇതിൽ ഫോട്ടോഗ്രാഫിയിൽ. നമ്മൾ ഇപ്പം ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് ഒരാളെ പുറത്തേക്ക് വെറുതെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് അതിൻ്റെ പ്രാക്ടിക്കലും അതിൻ്റെ തിയറീസും ഒന്നും പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് വിടുക മാത്രമല്ല, അതാണ് ഫിനിഷിംഗ് സ്കൂളിലുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഫോട്ടോഗ്രാഫർ ഇവിടുന്ന് പോയ അയാൾ കാണുന്ന സമയത്ത് ഇയാൾ നമ്മളെ സ്റ്റുഡൻ്റാണ്. അത് നമ്മൾ കൊടുത്ത ക്ലാസ് അനുസരിച്ചിട്ട് അവർ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സെഷൻസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട്, കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ ഫോട്ടോഗ്രാഫിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലെജൻഡ്സ് മീഡിയ മാസ്റ്ററി എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും.